എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ തലേന്ന് നമ്മൾ വിന്താലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ അത് ഇത്തിരി പഞ്ചസാര ഏറ്റവും അവസാനം ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടാക്കി വെള്ളം കൂടുതലുള്ളതൊക്കെ ഒന്ന് വറ്റിച്ച് വെച്ച്. അപ്പോൾ തലേന്ന് നമ്മൾ അതിൻ്റെ മീതയിൽ റൂബിക്കുള്ളൊരു ബീഫ് ഒരു പാത്രത്തിൽ വെച്ച് വേവിച്ച് അത് രാത്രി തന്നെ എടുത്ത് റൂബിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ വിന്താലൂരിൽ തൊട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാക്കി കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ടാണ് ചെയ്തത്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചതൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് കുക്കറിൽ ആകുമ്പോൾ എന്തായാലും വെള്ളം കൂടുതലുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പാത്രങ്ങളിൽ വെച്ച് വേവിച്ച് വെള്ളം ഒഴിക്കാതെ വേവിച്ചിട്ട് സാവധാനം അതിനകത്ത് നിന്ന് തന്നെ വെള്ളം കൊണ്ട് തന്നെ വെന്ത് വരും. അപ്പോൾ പാകത്തിനുള്ള വെള്ളമായിട്ട് വന്നോളൂ. ഇതിപ്പോൾ നമ്മൾ കുക്കറിലാകുമ്പോൾ എന്തായാലും വെള്ളം കൂടുതലായിരിക്കും. അപ്പോൾ അതെല്ലാം ചെയ്ത് പിന്നെ ഇന്നിപ്പോൾ പള്ളിയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ പുട്ട് മാത്രം ഉണ്ടാക്കിയത്. പഴമുണ്ട്. രാവിലെയുള്ള ജോലികൾ കുറച്ച് 9:30 കുർബാനയ്ക്ക് പോകുന്നതുകൊണ്ട് രാവിലെ കുറച്ച് ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ തേങ്ങ ചിരണ്ടിയത് സാറ്റിനെ കൊച്ച് തേങ്ങ ചിരണ്ടി വെച്ചത് ഉണ്ടെങ്കിലും അതിപ്പോൾ 2 കറികൾക്ക് എടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് പുട്ടിന് വേണ്ടിയിട്ട് പുതിയ തേങ്ങ എടുക്കാം, കറികൾക്ക് വേണ്ടിയിട്ട് നേരത്തെ ചിരണ്ടി വെച്ച തേങ്ങ എടുക്കാം. കറികളിൽ നമ്മൾ മഞ്ഞളൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പഴയ കുറച്ച് ദിവസമായല്ല ഫ്രിഡ്ജിലിരിക്കണം. അപ്പോൾ കുഴപ്പമില്ല, മഞ്ഞളിട്ട കറിയിലൊക്കെ ഇടാൻ കുഴപ്പമില്ല. അപ്പോൾ എന്ത് തന്നെയായാലും പുതിയ തേങ്ങ തന്നെ ചിരണ്ടി എടുത്തിട്ടാണ്. പലഹാരത്തിനൊക്കെ എപ്പോഴും പുതിയ തേങ്ങ എടുക്കണമെന്ന് പപ്പയുടെ അമ്മ എപ്പോഴും ഇങ്ങനെ പറയും കേട്ടോ. ഇത്തിരി പഴക്കം വന്നു കഴിഞ്ഞാൽ തേങ്ങയ്ക്കൊരു യെല്ലോ കളർ വരും. അപ്പോൾ അതുകൊണ്ട് അത് പലഹാരത്തിൽ യെല്ലോ കളറായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. പറ്റില്ലെങ്കിൽ അത് കളയണം. എങ്കിലും കറികളിൽ ആ തേങ്ങ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. കറികളിൽ മഞ്ഞളിടുമ്പോൾ വിഷാംശം ഉണ്ടെങ്കിൽ പോയിക്കോളും, പിന്നെ കളറ് ചേഞ്ച് വരുന്നത് അറിയില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഞാനിപ്പോൾ തേങ്ങ ചിരണ്ടി എടുത്തത്. പുതിയ തേങ്ങ ചിരണ്ടി പലഹാരത്തിലിട്ട് പഴയ തേങ്ങയും പോരാത്ത പുതിയ തേങ്ങയും കൂടി എടുത്തിട്ടാണ് കറികൾക്ക് വേണ്ടിയിട്ട് തേങ്ങ അരച്ച് വെച്ചത്. അതായത് ഇന്ന് മോരുചാറാണ്. മോരുചാറിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ച് വെച്ചതും പിന്നെ തോരന് വേണ്ടി തേങ്ങ പതിയെ ചെറിയ ഒന്ന് കറക്കിയാൽ മാത്രം മതി. ചെറുതായിട്ടൊന്ന് അരയാത്ത രീതിയിൽ ഒന്നാക്കിയെടുത്താൽ മതി. അപ്പോൾ അത് രണ്ടും ചെയ്ത് അത് മാറ്റി വെച്ച്. അപ്പോൾ പുട്ടും പഴം ഇതുകൊണ്ട് റിച്ചാണ് വലിയ ഇഷ്ടമാണ്. വാരി കൊടുക്കുമ്പോൾ അത് വളരെ ഹാപ്പി ആയിട്ട് കഴിക്കും. അപ്പം അത് എടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ആ മമ്മി എടുത്തോ എനിക്ക് വാരി തരുവാന്ന് ചോദിച്ചാൽ അങ്ങനെ വാരിക്കൊടുത്ത്. അപ്പോൾ അവന് തിങ്കളാഴ്ച എക്സാമാണ്, അതുകൊണ്ടാണ് ഇരുന്നിട്ട് പഠിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് താഴെ വന്നിരുന്നിട്ട് പഠിക്കുന്നുണ്ടായത്. അപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് അവിടെ മുകളിൽ സാറ്റിന ശല്യം ചെയ്യണമല്ല എന്ന് പറഞ്ഞിട്ടാണ് താഴെ വന്നിരുന്നിട്ട് പഠിക്കണത്. സാറ്റിന കിടക്കണല്ലേ, കുറേ വെളുപ്പിനെ വന്ന് ഇരിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ കറി വെക്കാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി കൊണ്ടുവന്ന് വെച്ച് ഉള്ളി ഫ്രിഡ്ജിൽ ഉള്ളതൊക്കെ എടുത്ത് പുറത്തേക്കൊക്കെ വെച്ച് അത്രയും ജോലികൾ ചെയ്ത് ചോറും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വന്നിട്ട് എനിക്കും സാറ്റിനേക്കുമാണ് കഴിക്കാനുള്ളത്. പപ്പയും റിച്ചാർഡും കഴിച്ചിട്ടുണ്ട്. അങ്ങനെ സാറ്റിനെയും ഒരുങ്ങി വന്ന് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളി ഉണ്ടല്ലോ, അമരാവതിയിലുള്ള ഇടവക പള്ളി തന്നെയാണ് പോണത്. അപ്പോൾ ഞങ്ങളുടെ പള്ളീനെ AC പള്ളി എന്ന് എല്ലാവരും പറഞ്ഞു. കാരണം AC വെച്ചതോടുകൂടി ഞങ്ങളുടെ പള്ളി AC പള്ളി എന്നുള്ളൊരു, നേരത്തെ അമരാവതി പള്ളി എന്ന് എല്ലാവരും പറഞ്ഞത്, ഇപ്പോൾ AC പള്ളി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. കാരണം ഒരു എയർ കണ്ടീഷൻ ചെയ്തൊരു പള്ളി വേറെ ഒരു സ്ഥലത്തുള്ളതായിട്ട് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെ ഇവിടെയൊന്നും ഇല്ല ഏതായാലും. അങ്ങനെ പള്ളിയിൽ വന്ന് കഴിഞ്ഞ് സിമിത്തേരിയിലൊക്കെ ഒന്ന് കയറി അങ്ങനെ പോകുന്നുണ്ട്. സിമിത്തേരിയിൽ നമ്മൾക്കാരുടെയും കുഴിയൊന്നുമില്ല, നമ്മളുടെ പരിചയത്തിലുള്ള ആളുകളുടെ കുഴിയൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ അപ്പച്ചൻ്റെ കുഴിയെല്ലാം പോയി. അത് ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, 3 വർഷത്തേക്കേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ആ കുഴി പോവും. മറ്റുള്ള കുറച്ച് പരിചയക്കാരുടെയും ബന്ധുക്കളുടെയൊക്കെ കുഴികൾ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടേക്ക് ഒന്ന് കയറിയിട്ടാണ് പോകുന്നത്. വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് റൂബി കുഞ്ഞിനെ ഒന്നകത്തേക്ക് അത് കാറിൽ കയറ്റി ഒന്ന് കറക്കണേണ്. അപ്പോൾ ഒന്ന് ഫോർട്ട് റൂഷിലേക്കാണ് പോകുന്നത്, റൂബി കുഞ്ഞിനെ ഒന്ന് കറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൂബി കുഞ്ഞിനെ കയറാൻ പറ്റാതെ അല്ലെങ്കിൽ സാധാരണ ചാടി കയറുന്നതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി കയറാനായിട്ട് ഹെൽപ്പ് ചെയ്തതായിരുന്നു. പിന്നെ ഇന്നലത്തെ വീഡിയോൻ്റെ കീഴിൽ റൂബിയുടെ ബർത്ത്ഡേ വിഷസ് കുറച്ച് പേരിട്ടത് ഞാൻ കണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണ് ഓർത്ത് ഇട്ടതെന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാ എന്നും ഞാൻ സംശയിച്ചേട്ടാ. അപ്പോൾ വിഷസ് നേരത്തെ തന്നെ അറിയിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.
അപ്പോൾ നമ്മളുടെ റൂബി കുഞ്ഞിൻ്റെ ബർത്ത്ഡേ 5-ാം തീയതിയാണ്, അതായത് ബുധനാഴ്ച, അടുത്ത ബുധനാഴ്ച ആണെങ്കിലും ഈ സൺഡേ വ്ളോഗിൻ്റെ കൂട്ടത്തിൽ അന്നത്തെ അതായത് തലേ ദിവസം ചൊവ്വാഴ്ച റൂബി കുഞ്ഞിന് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ചേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ അവസാനം ചേർക്കട്ടോ. ശരിക്കും അത് ബുധനാഴ്ച കാണിക്കേണ്ട കൂട്ടത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്സാണ്, എങ്കിലും ഞാൻ അത് മാത്രമായിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞ് 5-ാം തീയതി നമ്മളുടെ കയ്യിൽ കിട്ടിയ ഒരു കണക്കിനാണ് നമ്മൾ ബർത്ത്ഡേ എന്ന് പറയുന്നത്. റൂബി കുഞ്ഞ് അപ്പോഴേക്കും 29 ദിവസം അതായത് 29 ദിവസം പ്രായമായ അപ്പോഴാണ് ഈ 5-ാം തീയതി എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് ആകുന്നത്. അപ്പോൾ റൂബി കുഞ്ഞ് ജൂലൈ ഒരു ഫസ്റ്റ് വീക്ക് തന്നെയാണ് ജനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ കറങ്ങി ബീച്ച് വഴി വന്ന കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞ ഏതെങ്കിലും വണ്ടി ഒന്ന് നിർത്ത്, പൊടിമഴയുണ്ട്, എങ്കിലും കുഴപ്പമില്ല, കടൽ വല്ലാതെ അടിക്കുന്നുണ്ട്, അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയുണ്ട്, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കറങ്ങി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നാണ്. അപ്പോൾ റൂബിക്കാണെങ്കിൽ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഭയങ്കര ഇഷ്ടമുണ്ടാകും, കാരണം ഈ കടലിൻ്റെ മണം, മീനിൻ്റെ സ്മെല്ല് അങ്ങനെയൊക്കെ ഉണ്ടാകൂല. അപ്പോൾ അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്മെല്ലാണ്. അപ്പോൾ വലിയ ഇതായിട്ട് സന്തോഷിച്ചിരിക്കണേ കേട്ടോ. അപ്പോൾ കടൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മഴയുടെ ഇതും ശക്തിയിലും എല്ലാം കടൽ നല്ല രീതിയിൽ അടിച്ച് കയറി അവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് ദൂരെ കപ്പൽ കിടക്കണുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഹൃദയത്തിലൊരു വേദനയാണ്, കാരണം കപ്പൽ ആയ നമ്മുടെ മക്കളുടെ കാര്യം ഇപ്പോൾ നമ്മൾ ഓർക്കും. അതുപോലെ ലക്ഷക്കണക്കിന് ആളുകളാണ് കപ്പൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഏതെല്ലാം അപകടഘട്ടം തരണം ചെയ്തിട്ടാണ് നമ്മളുടെ വീട്ടിൽ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുക എന്നുള്ളതാണ് ഈ കടലടിക്കുമ്പോൾ കപ്പലവിടെ കിടക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഭാര്യമാരായാലും അമ്മമാരായാലും പെങ്ങന്മാരായാലും ഒക്കെ ഈ പോയിരിക്കുന്ന ആളെക്കുറിച്ച് വേദനയോടെ അയാൾ തിരിച്ച് അയാളുടെ ആ കഷ്ടപ്പാട് കഴിഞ്ഞ് അപകടം കൂടാതെ തിരിച്ച് വരണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ UK പോയ സമയത്ത് അവിടെ കടപ്പുറത്ത് പോകുമ്പോൾ ആ ബീച്ചിൽ ഒരു സ്റ്റാച്യു ഉണ്ട്, ഒരു മെറ്റൽ വെച്ചിട്ട് വലിയൊരു സ്റ്റാച്യു ആണ് കേട്ടോ, ഒരു 1.5 വലിപ്പത്തിലുള്ള ഒരു സ്റ്റാച്യു ആണ്. ആ സ്റ്റാച്യുവിൻ്റെ ഒപ്പം ഞാൻ നിന്നിട്ട് ഫോട്ടോയും എടുത്തിട്ടുണ്ട്. പാറ്റുണ്ടങ്കട എടാ അത് കാണിച്ചില്ലല്ലേ, പറഞ്ഞതുകൊണ്ട് പണ്ട് ഞാൻ പെറുക്കി ചോദിച്ചപ്പോൾ മാറി അതുകൊണ്ടാണ് പെറുക്കാന്നത്. ഇട്ടുതരാം, അവിടെ റൂബിക്ക് ഇട്ട് കൊടുത്ത പോലെ പെറുക്ക്. അല്ല പെറുക്കാൻ പറഞ്ഞോണ്ടോ വെച്ചാൽ മതി. അപ്പോൾ അതിനിടയ്ക്ക് ബ്ലിങ്കിറ്റിൽ നിന്ന് ഞാൻ പുളിശ്ശേരി തൈര് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനം ഞാൻ മേടിച്ച്. എപ്പോഴും അങ്ങനെയാണ്, ഒരു തൈര് മാത്രമാണ് വേണ്ടത്, പക്ഷേ മേടിക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ കുട്ടികൾക്കുള്ള മിഠായി അത് ഇതൊക്കെ ഇട്ട് അങ്ങനെ മേടിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ UK ആ ഒരു ബീച്ചിൻ്റെ അവിടെ ഒരു പെണ്ണിങ്ങനെ ഒരു കുഞ്ഞിനെ ഒക്കത്തും ഒരു കുഞ്ഞിനെ താഴ്ത്തും, അതിൻ്റെ കൂടെ UK എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ഡോഗ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ ഡോഗും ഉണ്ട് കൂടെ. എന്നിട്ട് ഇങ്ങനെ കടലിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയൊരു സ്റ്റാച്ചു ആണ്, മെറ്റലിൻ്റെ കേട്ടോ. അപ്പം ഞാനത് കണ്ടിട്ട് പപ്പയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇതെന്താണ് പപ്പ ഈ സ്റ്റാച്ചു ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞത്, കടലിൽ ജോലിക്ക് പോയ ഒരു വ്യക്തി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ശുദ്ധ മനസ്സോടെ ഒരു തെറ്റും ചെയ്യാതെ ഭാര്യ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണം, എന്നാലേ അവൻ തിരിച്ചു വരുള്ളൂ. ചെമ്മീൻ സിനിമയിൽ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇവിടെ സ്ത്രീ തെറ്റ് ചെയ്തപ്പോൾ അയാൾ കടലിൽ നശിച്ചു പോകുന്നത്, അപകടത്തിൽപ്പെടുന്നതായിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഒരു സേഫായിട്ട് ജോലി കഴിഞ്ഞ് കടലിൽ പോയ ഭർത്താവ് സേഫായിട്ട് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തണമെന്നുണ്ടെങ്കിൽ കരയിൽ ശുദ്ധ മനസ്സോടുകൂടി തെറ്റ് ചെയ്യാതെ ഭർത്താവിനെ മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ ഉണ്ടായിരിക്കണം. അതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ഒരു സാധനം ഇവിടെ വെച്ചേക്കുന്നത്, ഈ ഒരു സ്റ്റാച്ചു ഇവിടെ വെച്ചേക്കുന്നതെന്ന് പപ്പ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്. ശരിക്കും ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ, ഭർത്താവ് വിദേശത്തേക്ക് ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കടലിലേക്ക്
കപ്പൽ ജോലി ആയിട്ടൊക്കെ പോയി കഴിഞ്ഞ് അവരില്ലാത്തൊരു സാഹചര്യത്തിൽ തെറ്റിലേക്ക് പോകുന്ന ഭാര്യമാർ. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടു പോയിട്ടാണ്. ആ ഒരു ജോലിക്ക് പോയ ഒരാളെ അപകടത്തിലേക്ക് നമ്മൾ തന്നെ തള്ളി വിടുമ്പോൾ ഉണ്ടാകുന്ന ആ സംഭവം ഓർത്തിട്ട് എനിക്ക് നല്ലതായിട്ട് വിഷമം തോന്നിയായിരുന്നു അപ്പം അത് പറയണ കേട്ടപ്പോൾ. ചാന്തുപൊട്ട് സിനിമയിലും ആ ഒരു സീനുണ്ട്. അപ്പോൾ ഏതായാലും പറഞ്ഞ് കുറച്ചത് കയറിപ്പോയല്ലേ. അപ്പോൾ ഇല്ലേ കിൻഡർ ജോയ് നമ്മുടെ സാറ്റിനെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കിൻഡർ ജോയ് മേടിക്കുമ്പോൾ അതിനകത്ത് ഗിഫ്റ്റൊക്കെ എടുത്ത് വെക്കാനൊക്കെ വലിയ ഇഷ്ടമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആ കാണിച്ചത്. ഒരെണ്ണം ഒരു കീ ചെയിന് യൂസ് ചെയ്യുന്നൊരു സംഭവമാണെന്ന് തോന്നുന്നത്. പിന്നെ ഒരെണ്ണം ഒരു റിങ് പോലെ അതിൻ്റെ ഉള്ളിൽ ആരുടെയൊക്കെയോ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ബോയ്ഡും ഗേളിൻ്റെ ഞാൻ മേടിക്കും. രണ്ടും രണ്ട് ടൈപ്പ് ടോയ്സ് ആയിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ച് അവരവിടെ ഇരുന്ന് അതൊക്കെ എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ പോയത് കേട്ടോ. അപ്പോഴേക്കും ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്നതിൻ്റെ ബാക്കി പണികൾ ചെയ്ത് തീർക്കാൻ ഉടുപ്പൊക്കെ മാറി ഒക്കെ വന്നതാണ്. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി തൈര് ഏതായാലും ആ തേങ്ങ അരപ്പൊന്ന് ചൂടാക്കി അതിനകത്തേക്ക് ഒഴിച്ച് ഇനി ഒന്ന് കടുകും കൂടി വറുത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർന്ന്. പിന്നെ നമ്മൾ തേങ്ങ ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ളത് ക്യാബേജ് തോരൻ്റെ ഒന്ന് മിക്സ് ചെയ്ത് അതും കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതും കഴിഞ്ഞ്. ക്യാബേജൊക്കെ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തിരുമ്മി വെക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ക്യാബേജിന് എന്തായാലും അതിനകത്ത് താളിച്ചിട്ട് തന്നെ അങ്ങോട്ട് വെച്ച്, അതുകൊണ്ട് ആ ഒരു താളിക്കൽ വേണ്ട. അപ്പോൾ നമ്മുടെ ചാറിന് മാത്രം താളിച്ചാൽ മതി. അപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി മുളക് പൊടിയും ഉലുവയും കടുകും പൊട്ടിച്ച്, പിന്നെ ചെറിയ ഉള്ളിയും വറ്റൽമുളക്, വേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി കായപ്പൊടി, ഇത്രയും സാധനങ്ങൾ കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞൊരു ദിവസത്തെ വീഡിയോയിൽ മുഴുവൻ മുളക് ഇങ്ങനെ ഇടുന്നത് എന്തിനാണ് എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ കുറേ അധികം പേർക്ക് ഇത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കും അറിയില്ലായിരുന്നു. ഞാനും ഇതുപോലെ ആരെങ്കിലുമൊക്കെ പറയണത് കേട്ടാണ് ഞാനും പഠിക്കുന്നത്. അപ്പം നമ്മൾ കേട്ടത് അടുത്ത ആളുകളിലേക്ക് അതെത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ഓർക്കേണ്ടത്, ചെയ്യേണ്ടത്. അപ്പം അത് പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ പണ്ടത്തെ ആളുകൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു ലക്ഷ്യങ്ങളുണ്ട്. അതറിയില്ലാതെ നമ്മളിങ്ങനെ ഫോളോ ചെയ്യും, അത്രയേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ പിന്നിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ റിച്ചാണിന് ഒരിത്തിരി തന്തൂർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര്, പിന്നെ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചെറുനാരങ്ങ നീര്, ചെറുനാരങ്ങൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇട്ടാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇടാറില്ല, അത്ര ഇട്ടിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ ഒക്കെ റെസ്റ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച്, അതായത് തലേ ദിവസം വെക്കണേ നല്ലത് പുരട്ടിയിട്ട്, എന്നിട്ട് പിറ്റേ ദിവസം വെക്കണം. പിറ്റേ ദിവസം ഫ്രൈ ചെയ്യണം. അപ്പോൾ അത് പുരട്ടി അവിടെ വെച്ച് അധികം നേരം വെക്കാൻ സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ വറുക്കേണ്ടി വന്നു, സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ അവിടെ പുരട്ടി വെച്ചതിന് ശേഷം റൂബി കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ റൂബി കുഞ്ഞിങ്ങനെ ചിക്കനൊക്കെ എടുത്ത് വെക്കണം കണ്ടു കഴിയുമ്പോൾ തന്നെ ഒളിച്ചിരിക്കും കേട്ടോ. പോയിട്ട് കട്ടിൻ്റെ അടിയിലോ സെറ്റിയുടെ അടിയിലൊക്കെ പോയിട്ട് ഒളിച്ചിരിക്കും. അവൾക്ക് അന്നത്തെ അവൾ വന്നിട്ട് കഴിക്കുള്ളൂ. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ചിലപ്പോഴൊക്കെ എൻ്റെ ക്ഷമ നശിച്ചു പോകും. നമുക്ക് കുറേ ജോലികൾ ബാക്കിയുണ്ടെങ്കിലും ഒരുപാട് ജോലികൾ ചെയ്ത് ടയർഡായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ ഇവളിങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ. എങ്കിലും ഒന്നും പറയൂല. ഞാൻ പിന്നെ കൊടുക്കാതെ അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ പണി തീർക്കാനായിട്ട് പോകും. അപ്പോൾ പുറകെ അവൾ വരും. അങ്ങനെയൊക്കെയാണ് റൂബി കുഞ്ഞിനെ തീറ്റിക്കണത് കേട്ടോ. നല്ല ഒരു ടൈം എടുക്കുന്നൊരു പരിപാടിയാണ്, ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പരിപാടിയാണ് റൂബിക്ക് ഫുഡ് കൊടുക്കുന്നത്. കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴും അതേ അവസ്ഥ തന്നെയല്ലേ, അവർ കഴിക്കൂല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് റൂബി കുഞ്ഞ്. അങ്ങനെ റൂബി കുഞ്ഞ് ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഞാൻ റൂബിക്ക് ഫുഡ് കൊടുക്കാൻ കുറച്ച് നേരം ഇരുന്ന് നോക്കി രക്ഷയില്ലാതെ ആയപ്പോഴത്തേക്കും ഞാൻ ഏതായാലും ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്ത് അത് തന്തൂരി ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ ആക്കി എടുത്തതിന് ശേഷമാണ് പിന്നെ കുട്ടികളൊക്കെ താഴെ വന്ന് കഴിക്കാനൊക്കെ കൊടുത്തത്. അപ്പോൾ വിന്താലും ഒക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്ത് എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് മേശപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. പിന്നെ സെർവിങ് ഡിഷിലേക്കൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. കാരണം അങ്ങനെ മാറ്റണതൊക്കെ കുറച്ച് നേരം വേണം. അപ്പോൾ ഉച്ചക്ക് ഇതിനകത്ത് നിന്ന് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത്
പാത്രങ്ങളിലേക്ക് ഒതുക്കി മാറ്റാം എന്ന് ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ റിച്ചാർഡ് വന്ന് അപ്പോൾ ഞാൻ പറഞ്ഞിടാ നീ അത് അതിൻ്റെ അകത്ത് ആ കോളെല്ലാം ഇവിടുത്തെ മാറ്റെന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് ചൂടുണ്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല. അവൻ കോളെല്ലാം പിടിക്കാൻ പോയത്, അതിൽ മിക്കവാറും നല്ല ചൂടുണ്ട്. അപ്പോൾ പാത്രത്തിൽ പിടിച്ചെടുക്കുന്ന പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴും അവൻ്റെ കൈ പൊള്ളി. ചെറിയൊരു ചൂടായിരിക്കുള്ളൂ, എങ്കിലും കുറച്ചധികം അഭിനയിക്കും ആൾ. അപ്പോൾ അതാണ് കണ്ടത്. അതാ സാറ്റിനക്ക് ഇത്തിരി കടിച്ചോറിയുണ്ടേ. സാറ്റിന 1 മാസം 2 മാസം ആകാൻ പോകുന്നു. അത് ഓർമ്മയിൽ വേണം. അതുകൊണ്ടാണ് കൊടുക്കണത് നല്ല രീതിയിൽ. പറഞ്ഞു വന്നത് ഓൾഡ് ഈസ് ഗോൾഡ് എന്നാ. ചോറെടുത്തേക്കണ കൊണ്ടാടാ. ചോറ് കൂടുതൽ കറിക്കുള്ളതാണ് വിഷയം. നീ ചോറ് കൂടുതൽ കഴിക്കണം. ആക്ച്വലി ചോറ് കുറച്ചുകൊണ്ട് തടിയൊന്നും പറയാൻ പോകില്ല. ഓക്കെ, അപ്പൊ ഞമ്മണെന്ന് മനസ്സിലായി. ചൊറിച്ചില് വന്ന് ടെൻഷനാകണ്ടെന്ന് തോന്നണം. അപ്പോഴാണ് ഈ ചൊറിച്ചില് വന്നത്. മനസ്സിലായ പൊന്നുമ്മേ താൻ ചെന്നാ ഭയങ്കരമായിട്ട് ഇങ്ങനെ പടഞ്ഞിട്ടിരിക്കണം എന്ന് പറയും. പടവനല്ല, ഇനി അടുത്ത മുണ്ട് കീറാനുള്ള പരിപാടി. നല്ല ചിരി. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഈ കുട്ടികൾ രണ്ടും കൂടി എൻ്റെ കൂടെ വരും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പം ഞാൻ പറയും, ഞാൻ പ്രായമായി പറഞ്ഞാണ്, എനിക്ക് ഉച്ചക്കത്തിരി റെസ്റ്റ് വേണം, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അതുങ്ങൾ പോകില്ല. അവരുടെ ആ ഒരു സ്നേഹം സംഭവം എനിക്കും വലിയ ഇഷ്ടമാണ്. എങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് റെസ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് 8ൻ്റെ പടി കിട്ടുമെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇതുങ്ങളെ പറഞ്ഞു വിട്ട് അവിടെ റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ടത് കേട്ടോ. അപ്പോൾ ചായയോടൊപ്പം കഴിക്കാനായിട്ട് ടാക്കോസാണ് റിച്ചാർഡ് ഓർഡർ ചെയ്ത് വരുത്തിയത് കേട്ടോ. അപ്പോൾ ഇത് മേടിച്ചിട്ട് രണ്ടുപേരും കൂടി വന്നതാണ്. ഇത് തന്നെയാണ് അങ്ങോട്ട് കടല്ലേ, യൂട്ടൺ എടുത്തട കട. ആ കാപ്പിയാണ്. പപ്പക്ക് മേടിച്ചാ ഉണ്ടമ്പരിക്കോരം തിന്നെ. ഉണ്ടമ്പരി നാളെ ഇവിടെ ഉണ്ടമ്പരി എത്തിയിരിക്കുമല്ലേ. ഞാനേ അതല്ല പോയാനപ്പം തന്നെ, പക്ഷെ ഈ വെള്ളം വരുമ്പോൾ അതിനൊക്കെ ഏറ്റണ്ടേ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്താണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നില്ല. ഉച്ചക്ക് നമുക്ക് പാചകം കുറഞ്ഞാൽ ഞാൻ വൈകുന്നേരം പലഹാരം ഉണ്ടാക്കും. എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല, എന്തെങ്കിലും ചെയ്യണം. പക്ഷേ ഉച്ചക്കും പാചകം പിന്നെ വീണ്ടും വൈകുന്നേരം നിന്ന് പാചകം എന്ന് പറയുമ്പോൾ എനിക്ക് റെസ്റ്റ് കിട്ടാതെ പോകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പുറത്തു നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ടൊക്കെ കൊടുക്കും കേട്ടോ സാറ്റിനക്ക്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാവരും പരസ്പരം നമ്മുടെ ഓരോ ഹെൽത്തിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മനസ്സിലാക്കിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, പണി കൂടുതൽ ഉണ്ടെങ്കിലും ക്ലീനിങ് പണി, ഉച്ചക്ക് പാചകമൊക്കെ കൂടുതലുണ്ടെങ്കിൽ വൈകുന്നേരവും കൂടി മമ്മി നിന്നുണ്ടാക്കിയാൽ മമ്മിക്ക് റെസ്റ്റ് ഇല്ലാതെ ഇത് പണികൾ ചെയ്ത് പണി കിട്ടും എനിക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ചില ദിവസങ്ങളിൽ പലഹാരമൊന്നും ഉണ്ടാക്കാതെ വിട്ട് കളയുന്നത്. കാരണം നമ്മളുടെ ഹെൽത്ത് അത്യാവശ്യം നമുക്കില്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മളൊരു ഭാരമായി മാറും. അത് ആകാതിരിക്കാൻ ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട്. നേരത്തെയൊക്കെ അങ്ങനെയല്ല, ചെറുപ്പമായിരുന്നു, അപ്പോൾ റെസ്റ്റ് ഇല്ലാതെ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഇപ്പം അങ്ങനെ ഞാൻ അത് മനസ്സിലാക്കി, നമ്മളുടെ പ്രായം മാറുന്ന നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ വേറെ ആരും മനസ്സിലാക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ റോജർ വിളിച്ച് അങ്ങനെ കുറച്ച് നേരം റോജറിൻ്റെ കൂടെയൊക്കെ സംസാരിച്ചു. കണ്ടില്ലേ കൊച്ചി, എടാ കൊച്ചു വീഴുപെടാ. ഏയ് നിങ്ങൾ അവിടെ പോയി, അപ്പൊ ഒങ്കിനി പോയി. അത് ശരി. പപ്പ ഇവിടെ ടെൻഷൻ അടിച്ചിട്ടില്ലേ? വിളിച്ചു, ഞാൻ പപ്പനോട് പറഞ്ഞിട്ടില്ലല്ല. പപ്പ എൻ്റെ അടുത്ത് ഒന്ന് വിളിച്ച് ചോദിക്ക് വരാനുള്ള നേരം. ഞാൻ പറഞ്ഞ അത് ഉച്ചക്ക് ലീവാണ്, അവരെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, കറങ്ങാൻ പോയെന്ന് പറഞ്ഞു. കുഞ്ഞപ്പനാണ് കുഞ്ഞപ്പനി.
ചായ കുടിക്കണ്ടേ? എന്തോടി ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുക? ഒന്ന് കാണട്ടെ. കുഞ്ഞപ്പനി പുതിയ ഓ ചീട്ടിടാൻ തുടങ്ങി. പുതിയ ഐറ്റംസ് ആണല്ലേ. എന്റെ ദൈവമേ ഇതെന്താടാ? പിന്നെ അതിന് ഫ്രീ ഗിഫ്റ്റ് കൊച്ചിന്റെ ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ട് മാർവൽസിന്റെ ഹൾക്ക് അവനുണ്ടായിരുന്നു. ബർത്ത്ഡേ എന്ന് പറഞ്ഞു ഫ്രീ. ഞങ്ങൾ കൊച്ചിന് ചെറിയൊരു ബെഡ് അന്ന് ഉണ്ടായ ബെഡ് മേടിക്കാനാ പോയത്. എന്തിനു മേടിക്കാൻ? ഞങ്ങൾ വേറെ 2 കടയിൽ കയറി. അപ്പൊ നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനം ഇല്ല. കാരണം ഈ 2 സ്ക്വയർ ഫീറ്റ് ഉള്ള സാധനം വലിയ ബെഡ് വേണ്ട. അപ്പൊ അതെ കൂടെ ഞാൻ കിടക്കാറുന്നു. വലിയ ബെഡ് മേടിച്ചാല് അമ്മക്കും മോനും കൂടി മോക്കും കൂടി കിടക്കാറുണ്ട്. എന്തൊക്കെയാണ് നോക്കിക്കേ. അല്ല അതുപോലെയാണ് ഇപ്പൊ കട്ടിലെ കിടക്കണത് അല്ലേ? സാൻഡ്വിച്ച്, ചിക്കൻ ഫിഷ് സാൻഡ്വിച്ച്, എന്റെ ദൈവം, പിന്നെ സുഷി റോൾസ്, പിന്നെ അതെ റോസ്റ്റ് ഡക്ക് സ്ട്രിപ്സ്. എന്താ ഇത് കൊച്ചിന്റെ ചിക്കൻ ടെൻഡർ സ്ട്രിപ്പ്. ഇത് കൊച്ചിന്റെ ഡൈസ്ഡ്. ഇത് വെറൈറ്റി ഫിഷ് റോള്. എന്റെ അമ്മേ, ഇത് ബാർബിക്യൂ. ഇത് റോള്. എന്റെ അമ്മോ ഇതെന്തൊക്കെയാണ്? ഇത് സുഷി, സ്റ്റിക്ക്. എന്റെ ദൈവമേ എന്തൊക്കെ അറിയാ കാര്യങ്ങൾ. ഇതിങ്ങനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കണ്ടേ കൊച്ചിന്? കുഞ്ഞപ്പനി കാണാന്നേ കൊടുക്കണ്ടേ? എന്നിട്ട് എടുക്കാം ഫോട്ടോ. ബാക്കില് എടാ ഫ്രണ്ടിലല്ലേ അത്? ബാക്കിലാ എടാ? അത് കഴുത്തിലേ അല്ലേടാ പറഞ്ഞ? എടാ അത് ഫ്രണ്ടിലാണ്. ഫ്രണ്ടിലിട്ടേ സാധനം. ഇത് എങ്ങനെയാണോ ഫ്രണ്ടില് ബെൽറ്റ് പോലെ. അതിന്റെ ഫ്രണ്ടില് അതായത് ഇങ്ങനെ ഒരു ഇത് എന്തിനാ ഇങ്ങനെ? അപ്പൊ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ചൊവ്വാഴ്ച ദിവസം എടുത്തതായിരുന്നേ. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് റൂബി കുഞ്ഞിന് വേണ്ടിയിട്ട് ചേട്ടനും ചേച്ചിയും കൂടി പോയിട്ട് മേടിച്ച സാധനങ്ങളാണ് ഇതെല്ലാം. പച്ച, മഞ്ഞ, ചുവപ്പ്, നീല ഒക്കെ ഉണ്ട്. എടാ ഏതാണ് ആ ഇതുവരെ കൊടുക്കാത്തത്? എടുക്ക്. അല്ല അല്ല ഞാൻ ചെറുതാണല്ലോ സുഷി. മീനാണ്. ചിക്കനും ഉണ്ടെന്ന് പറഞ്ഞു. റോജർ പറഞ്ഞത് സുഷിയൊക്കെ മേടിച്ചു കഴിക്കാനാ പറഞ്ഞത് നമ്മളുടെ അടുത്ത്. ഇല്ല അവൻ ഞാൻ പറഞ്ഞത് പച്ചയൊക്കെ ഇല്ല പറഞ്ഞ. അവൻ പോയിട്ട് കഴിക്കണുണ്ടെന്ന് പറഞ്ഞിടക്ക്. അല്ലാതെ നിങ്ങൾ ഈ മന്തിയും ചിക്കനും തിന്ന് നടക്കല്ലേ എന്നൊക്കെയാണ് അവൻ പറയണത്. ഇത് കെട്ടി മാറ്റണോടാ കൊച്ചി. ഒന്ന് സന്തോഷിച്ച് തിന്നണം. അത് നമുക്ക് കെട്ടിക്കൊണ്ട് പോകാം ടോയ്ലറ്റ് പോകുമ്പോൾ. നല്ല രസമുണ്ട്. അത് ഒന്ന് അഴിച്ചിട്ട് തുന്നി അതിനെ ഒന്ന് റെഡിയാക്കണം അല്ലേ? എടാ ഇത് കെട്ടാം. കൊച്ചടിച്ചു തുടങ്ങിയിട്ടാ കൊച്ച്. എന്താണ് മമ്മി കൈ ഇങ്ങനെ പൊട്ടിരി. എന്നിട്ട് ആ ബോക്സിനകത്തിട്ട് വെക്കാല്ല നമുക്ക് എയർ ടൈറ്റ് ആയിട്ട്. ഉറുമ്പും കയറണില്ല. അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? ബാർബിക്യൂ കൂടിന് എന്നെ കൂടി കാണിച്ചു തന്നിട്ട്. ഓ ഇതിന്റെ അടിയില് ഇതിന്റെ വേറൊരു കളർ കാണുന്നുണ്ടല്ലോ. കൊച്ചിക്ക് ഇക്ഷ പിടിച്ചടാ. ദൈവമേ പാപ്പട ടെൻഷൻ കാണാം. പോയിട്ട് കാണാനില്ല. സമയം കഴിഞ്ഞ് വിളിച്ചേ. നല്ല എക്സ്പ്രഷൻ. അത് അതൊക്കെ ഇഷ്ടപ്പെടും. ഇവക്ക് അങ്ങനത്തെ അടിച്ചു മോനെ എന്ന് പറഞ്ഞാണ് കഴിക്കണത്. ബർത്ത്ഡേ ട്രീറ്റ്. ഇന്നലെ കുറെ ട്രീറ്റ്, ഇന്ന് ബർത്ത്ഡേ ട്രീറ്റ്. എനിക്ക് ഒന്നും പറയാൻ. സാറ്റിനെ ഫ്രെയിമിൽ കിട്ടണില്ല. സാറ്റിനെ ഞാൻ കാണിക്കണേ. വേണ്ട അവിടെ ഇരുന്നോട്ടെ.
കൊച്ചിന് ഡക്ക് ആദ്യമായിട്ടാണ്. നീ എങ്ങനെ കടിച്ചൊന്നുമില്ല. അതാ എപ്പോഴും അങ്ങനെ കൊച്ചിന് പേടിയായി തുടങ്ങി. എത്രയും പറഞ്ഞാ മതി. ഫോണ് ഒരു കുഴപ്പമില്ലാതിരിക്കണുണ്ടാവേ. ദൈവമേ, കൊച്ചിനെടുത്ത് വിളിച്ചേക്കണ കണ്ട് നടുവേദന എടുക്കുന്നൊക്കെ. എടാ ചെല്ലടാ, കാഴ്ച കാണിക്കണം. എടാ അത് കൈ കിടക്കും. പിന്നെയാണെങ്കിൽ വല്ല ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ സാറ്റിനൊക്കെ ചിലപ്പോ കൺട്രോൾ ചെയ്ത് പിടിക്കും. എടുത്തുണ്ട് ഓണയാണ്. അവിടെ കൊണ്ട് ഇരുത്തിയാ മതി. എന്നിട്ട് പിന്നെ കൈ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കാം. എടാ തുറക്കടാ, പുറത്ത് അല്ല, ആ അരമതിലിൽ വേണമെങ്കിൽ ഇരുത്താൻ പറ്റും. ആളുകളുണ്ടാ? സാറ്റിനെ കൊച്ചിന് ഇപ്പോൾ റൂബിനെ എടുത്തോണ്ട് നടക്കാൻ വരെ പേടിയില്ലാണ്ടായി. നേരത്തെ ഡോഗിനെ കണ്ടാൽ പേടിച്ച് മോളിച്ചാടി കയറുന്ന ആളായിരുന്നു സാറ്റിന. ഇപ്പം അതൊക്കെ മാറി നമ്മുടെ റൂബി കുഞ്ഞ് അത്രയും മനസ്സ് കവർന്ന് സാറ്റിനെ കൊച്ചിൻ്റെ എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയിരുന്നിട്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞ് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് ചാടാൻ നോക്കണേണ് റൂബി. അങ്ങനെ ഞാനും സാറ്റിനെയും കൂടി അവിടെ തന്നെ അരമതലിൽ കയറി ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച്. നല്ല രസമാണ് ഞങ്ങൾക്ക് ഇവിടെ രാത്രിയൊക്കെ വന്നിരിക്കാനായിട്ട്. എത്ര ചൂട് കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രാത്രിയൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പുണ്ടാവും. പിന്നെ ഇപ്പം മഴ പെയ്ത് തോർന്ന് അങ്ങനെ തണുത്ത് കിടക്കുന്ന ഒരു സമയത്തുകൊണ്ട് കൂടുതൽ സുഖമാണ് കേട്ടോ ഇവിടെ ഇരിക്കാനായിട്ട്. റൂബിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം ഇരിക്കുന്ന സ്ഥലമൊക്കെ അവിടെ നല്ല തണുത്തുറഞ്ഞിരിക്കണേ. അപ്പോൾ റൂബിക്ക് തണുപ്പാണ് കൂടുതൽ ഇങ്ങനെ അങ്ങനെ ഇഷ്ടം. അപ്പോൾ റൂബി അങ്ങനെ സുഖമായിട്ട് അവിടെ ഇരിക്കണേന് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ 6 മണിക്കൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ റൂബി കുഞ്ഞിൻ്റെ 8 വയസ്സിൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോയും എല്ലാം കൂടി ചേർത്തിട്ട്. അപ്പോൾ അത് കുറേ പേര് കണ്ടിട്ടുണ്ടാകും. കാണാത്തവർ കയറി ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്